നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ മുൻ അണ്ണാ DMK മന്ത്രിമാർക്ക് പങ്കെന്ന് BJP. കോയമ്പത്തൂർ, പുതുക്കോട്ട ജില്ലകളിലെ 3 മന്ത്രിമാർക്കാണ് സ്വർണ്ണക്കടത്തിൽ പങ്ക്. ഇവരെ കൊച്ചിയിൽ ED ചോദ്യം ചെയ്തെന്ന് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ വ്യക്തമാക്കി. തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അണ്ണാമലയുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. നയതന്ത്ര ചാനൽ വഴി തമിഴ്നാട്ടിലും സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നു എന്നുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് അണ്ണാമലൈ വെളിപ്പെടുത്തിയത്? നമുക്കറിയാം, കേരളത്തെ ഏറ്റവും അധികം പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 3 അണ്ണാ DMK നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അണ്ണാമലൈ നടത്തിയിരിക്കുന്നത്. അതായത് AIDMKയുടെ 3 നേതാക്കൾക്കാണ് പങ്കുള്ളത്. അതിൽ 2 പേർ മുൻ മന്ത്രിമാരാണ് എന്നുള്ളതാണ് അണ്ണാമലൈ സ്വകാര്യ മാധ്യമത്തിന്, തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ഇവരെ കൊച്ചിയിലേക്ക് NIA വിളിപ്പിച്ചിരുന്നു, ED വിളിപ്പിച്ചിരുന്നു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അണ്ണാമലൈ നടത്തിയിരിക്കുന്നത്. ഏതായാലും മറ്റ് കൂടുതൽ വിവരങ്ങൾ അണ്ണാമലൈ പുറത്തുവിട്ടിട്ടില്ല. ഇവരുടെ കോയമ്പത്തൂരിലെയും അതുപോലെ തന്നെ പുതുക്കോട്ടയിലെയും നേതാക്കളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിവരം മാത്രമാണ് അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ അണ്ണാമലൈ സമാന രീതിയിൽ പലതരത്തിലുള്ള അഴിമതി സംബന്ധിച്ചുള്ള DMKയുടെ പ്രത്യേകിച്ച് അഴിമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിത്വമാണ് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ K. അണ്ണാമലൈ. DMK ഫയൽസ് എന്ന പേരിൽ DMKയുടെ അഴിമതികൾ തുറന്നു കാണിക്കുകയും സെന്തിൽ ബാലാജി എന്ന മന്ത്രി നടത്തിയ അഴിമതിയുടെ രേഖകൾ പുറത്തുവിടുകയും അവസാനം സെന്തിൽ ബാലാജിയെ ED അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായാലും ഇപ്പോൾ ADMKയ്ക്കും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ് അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അണ്ണാമലയും BJPയും തമിഴ്നാട്ടിൽ പുറത്തുവിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടത്, ED ഇവരെ ഏത് സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ നിർണായക വിവരങ്ങളും മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തുവിടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും നാളെയാണ് തമിഴ്നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടിക്കലാശം നടക്കുന്നത്. 19-ാം തീയതിയാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നത്. ഈ വേളയിലാണ് ഇത്തരത്തിലൊരു നിർണായക വെളിപ്പെടുത്തൽ BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഏറെ ഗുരുതരമായ ഒരു ആരോപണമാണ് K. അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി വെളിപ്പെടുത്തും എന്നാണ് കരുതേണ്ടതും. എന്തായാലും അങ്ങനെയാണെങ്കിൽ കൂടി നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ മുൻ അണ്ണാ DMK മന്ത്രിമാർക്ക് കൂടി പങ്കുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ രാഷ്ട്രീയമായ ഏറെ ചലനങ്ങൾക്ക് സാധ്യതയല്ലേ കൽപ്പിക്കുന്നതും? തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് വലിയ വിവാദമായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, കേരളത്തിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രത്യേക കാരണം എന്നുള്ളത് തമിഴ്നാട്ടിൽ ADMK നേരത്തെ തന്നെ 2 ഈ എടപ്പാടി പളനിസ്വാമിയും O. പനീർസെൽവവും തമ്മിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ടാവുകയും പിന്നീട് O. പനീർസെൽവം പാർട്ടി വിടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. TTV ദിനകരനും മറ്റൊരു വിഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ ജയലളിതയുടെ മരണശേഷം ഈ ADMK എന്ന പാർട്ടി തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എടപ്പാടി പളനിസ്വാമി ആണെങ്കിൽ NDA സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് NDA സഖ്യം വിടുകയും ശേഷം ഇപ്പോൾ SDPI പോലുള്ള വർഗീയ പാർട്ടികളുമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ADMKക്കെതിരെ വരുമ്പോൾ അത് ഈ ADMKക്ക് വലിയ ക്ഷീണം തമിഴ്നാട്ടിൽ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ DMK പോലും അതിനെ പ്രചരണ ആയുധമാക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളതാണ്. ഏതായാലും ADMK നേതാക്കൾക്ക് കൃത്യമായി ഈ സ്വർണ്ണക്കടത്തുമായി പങ്കുണ്ട്. അവരെ ED കൊച്ചിയിൽ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു എന്നുൾപ്പെടെയുള്ള കൃത്യമായ വിവരമാണ് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ അണ്ണാമലൈ ഇപ്പോഴേതായാലും ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി അരുൺ, നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ മുൻ അണ്ണാ DMK മന്ത്രിമാർക്ക് പങ്കെന്ന് BJP. കോയമ്പത്തൂർ, പുതുക്കോട്ട ജില്ലകളിലെ 3 മന്ത്രിമാർക്കാണ് സ്വർണ്ണക്കടത്തിൽ പങ്ക്. ഇവരെ കൊച്ചിയിൽ ED ചോദ്യം ചെയ്തെന്ന് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ വ്യക്തമാക്കി. തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അണ്ണാമലയുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. അരുണാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.